തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ വധഭീഷണിയും കയ്യേറ്റം ചെയ്യാൻ ആഹ്വാനവും ചെയ്തെന്ന KGMOയുടെ ആരോപണത്തിൽ മറുപടിയുമായി യൂത്ത് ലീഗ് നേതാവ് തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖാണ് തൻ്റെ പ്രസ്താവനയ്ക്കെതിരെ KGMOയെ രംഗത്തെത്തിയതിന് പിന്നാലെ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. എല്ലാ ഡോക്ടർമാരെയും കുറിച്ചല്ല പറഞ്ഞതെന്നും ഏറെ ഭൗതിക സൗകര്യങ്ങളുള്ള താലൂക്ക് ആശുപത്രിയിൽ നിലവാരമുള്ള ചികിത്സ രോഗികൾക്ക് നൽകാത്ത ചില ഡോക്ടർമാരെക്കുറിച്ചാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം KGMOയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പരിമിതമായ ഭൗതിക സൗകര്യമുള്ളൂ എന്ന് പറഞ്ഞ പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്നും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള നിരവധി അവാർഡുകൾ നേടിയ താലൂക്ക് ആശുപത്രിക്കെതിരായ പ്രസ്താവന KGMOയെ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചില ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ നടത്തിയ പ്രസ്താവന വലിയ തോതിൽ അനാവശ്യ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുശേഷം KGMO സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ പത്രക്കുറിപ്പിൽ വസ്തുതാ വിരുദ്ധമായ കുറേ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യവും പോലും ഇല്ലാത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി എന്നുള്ള ഒരു പരാമർശം അതിൽ കണ്ടു. അതൊരിക്കലും യോജിക്കാൻ കഴിയില്ല. എല്ലാ നിലക്കും മികച്ച സൗകര്യവും അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. മാത്രമല്ല എല്ലാ സൗകര്യവും ഉണ്ട്. സംസ്ഥാനത്ത് തന്നെ മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്ന് എന്ന് എണ്ണപ്പെടുന്ന ആശുപത്രിയാണ്. അതുമാത്രമല്ല നിരവധി അവാർഡുകൾ സംസ്ഥാന തലത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത്തരം ഒരു ആശുപത്രിക്കെതിരെ KGMOയെ പോലുള്ള ഒരു പ്രധാന സംഘടന ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല ഇവിടുത്തെ ജനപ്രതിനിധികൾ ആശുപത്രിക്ക് വേണ്ടി രാവ് പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ്. ഇവിടുത്തെ കാഷ്വാലിറ്റി OP പോലും പ്രവർത്തിക്കുന്നത് AC-യിലാണ്. മെഡിക്കൽ കോളേജിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങളാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലുള്ളത്. എന്നാൽ അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കാത്തത് ഇവിടുത്തെ ചില ഡോക്ടർമാരുടെ എല്ലാ ഡോക്ടർമാരെയും കുറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല. 3-4 ഡോക്ടർമാരുടെ തോന്നിവാസം കൊണ്ടാണ്. ആ തോന്നിവാസത്തിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അതായത് അകത്ത് കയറി അവരോട് ജസ്റ്റ് ഈ കുട്ടികളെ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പോലും കള്ളക്കേസിൽ കൊടുക്കുന്ന, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന ആ ഒരു പരിരക്ഷ ഉള്ളത് കൊണ്ട് തന്നെ അവർ അനാവശ്യമായി കേസിൽ കൊടുക്കുകയാണ്. അതിനെതിരെ അവർ പുറത്തിറങ്ങിയാൽ അത്തരം സംഗതികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ അതിനെ വലിയ രീതിയിൽ ഭീഷണിയായും ഈ മറ്റു രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നതാണ് പിന്നീട് കണ്ടത്. തീർച്ചയായിട്ടും എല്ലാ ഡോക്ടർമാരെയല്ല, വളരെ മാന്യമായിട്ട് ചികിത്സിക്കുന്ന മികച്ച നിരവധി ഡോക്ടർമാരുള്ള ആശുപത്രിയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഡോക്ടർമാരും തെണ്ടിത്തരം കാണിക്കുന്നില്ല. എന്നാൽ തെണ്ടിത്തരം കാണിക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അവർക്കെതിരെയാണ് ആ കൈകാര്യം ചെയ്യും എന്നുള്ള പ്രസ്താവന ഞാൻ നടത്തിയത്. പക്ഷേ അതിനെ വലിയ രീതിയിൽ എല്ലാ ഡോക്ടർമാരെയും ഉദ്ദേശിച്ചാണ് എന്നുള്ള തരത്തിലേക്ക് മാറ്റിയത് അത് യോജിക്കാൻ കഴിയില്ല. KGMO സത്യത്തിൽ ആ പ്രസ്താവന പിൻവലിക്കണം. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അസൗകര്യങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സൗകര്യപ്രദമായ ആശുപത്രിയല്ല. അവിടെ ആളുകളുടെ കുറവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മികച്ച ഭൗതിക സൗകര്യമുള്ള ആശുപത്രിയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. അത് തിരുത്താൻ KGMO തയ്യാറാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരത്തിനിടെ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് ആശുപത്രിയിലെ ചില ഡോക്ടർമാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നുണ്ടെന്നും പ്രതികരിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് നൽകുകയാണെന്നും അത്തരം ഡോക്ടർമാരെ ആശുപത്രി കവാടത്തിന് പുറത്തുവച്ച് കൈകാര്യം ചെയ്യുമെന്നും പറഞ്ഞത്. ഇത് ഏറെ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് റസാഖിനെതിരെ നടപടി ആവശ്യപ്പെട്ട് KGMOയെ രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.